ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗ. അവിടെയുള്ള സൂഫി വര്യന്മാർ പരമ്പരാഗതമായി പാടിവരുന്ന ഭക്തിഗാനമാണ് ഏകനെ യാ അല്ലാ എന്ന് തുടങ്ങുന്നത്. എപ്പോഴും തീർത്ഥാടക വര്യന്മാർ വരുന്ന നാഗൂർ ദർഗയിലെ ഈ പാട്ടിന്റെ ഈണത്തിൽ ആകൃഷ്ടനായി തമിഴ് കവി കൂടിയായ ഉളന്തൂർപേട്ട ഷൺമുഖൻ എങ്കിൽ ഈ ഒരു ഈണത്തിൽ അയ്യപ്പ ഭക്തന്മാർ ജാതിമത വ്യത്യാസമില്ലാതെ ഒത്തുകൂടുന്ന ശബരിമലയിലെ അയ്യപ്പന് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയാലോ എന്ന് തീരുമാനിക്കുന്നു. കേട്ടുപഴകിയ ഈണമായതുകൊണ്ട് ആ ഗാനം പാടാൻ മധുരൈ വീരമണിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു. ആ പാട്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കമത്തെ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. ഇക്കാര്യങ്ങളെ കുറിച്ച് വിശദമായി ഫേസ്ബുക്കിൽ എഴുതിയ ചരിത്രാന്വേഷി കൂടിയായ പള്ളിക്കോണം രാജീവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക്. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈരം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ വൈമനസ്യം തോന്നിയെന്നു വരാം. അദ്ദേഹം തുടർന്ന് എഴുതുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ലക്ഷ്യമാക്കി ഒരു മുന്നണി പ്രചരിപ്പിച്ച പാട്ടിനെതിരെ എതിർപ്പുയർത്തിയതിനെ പരിഹാസ്യമായേ കാണാൻ കഴിയൂ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി ഗാനം അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ ഇതുവരെ വ്രണപ്പെടുത്തിയതായി തോന്നിയിട്ടില്ല. അങ്ങനെ വ്രണപ്പെടുത്തിയതായി ഉന്നയിച്ച് രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനും അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് കേസ് കൊടുത്ത് തിരുവാഭരണ പാദ സംരക്ഷണ സമിതിയോ മറ്റാരെങ്കിലുമോ ശ്രമിച്ചാൽ അങ്ങേയറ്റം അപലപനീയമാണ്. അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുള്ള സൂഫി ഗാനത്തെ കോപ്പിയടിച്ചാണ് പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി എഴുതിയത് എന്നാരോപിച്ച് ഏതെങ്കിലും മുസ്ലിം സംഘടനയ്ക്ക് മുന്നോട്ട് വരാവുന്നതാണ്. തൽക്കാലം അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞാൻ ഈ വാക്കുകളോട് ഏറെക്കുറെ യോജിക്കുന്നു. ഇത് ഇലക്ഷൻ സമയത്ത് വന്ന ഒരു പാരഡി പാട്ട് മാത്രമല്ലേ, അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ. എങ്കിലും ഈ ഒരു ഗാനം ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ പാടിയതിനോടോ സുപ്രീം കോടതി വിധി പ്രകാരം നിയമപരമായി ശബരിമലയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച സ്ത്രീയെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നതോടോ ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് ഇലക്ഷൻ സമയത്ത് വന്ന ഈ പാരഡി ഗാനം കേരള സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാനോ നമുക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കാനോ കാരണമാവരുത്. അതിന് നമ്മൾ അനുവദിക്കരുത്. തൽക്കാലം നമുക്ക് ആ ഒറിജിനൽ പാട്ട് ഇപ്പോൾ കേൾക്കാം. പാട്ടിന്റെ ലിങ്ക് കമന്റിൽ.